മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 87ാമത്തെ ദശകത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 7ാമത്തെ ശ്ലോകം. ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേകനിശം മഹാസുഖം ബതാപരിദ്യുർദ്രവിണം വിനായയോ വിചിത്രരൂപസ്തവ ഖല്വനുഗ്രഹ. ആ കുചേലനെ വേണ്ട പോലെ ബഹുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവില് ബലമായിട്ട് മേടിച്ച് ഭക്ഷിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടി എന്നാണ്. അവിടെ അദ്ദേഹത്തിനെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ച് അവിടെ താമസിപ്പിച്ചു. ഭക്തേഷു ഭക്തേന ത്വയാ, ഭക്തന്മാരുടെ ഭക്തനാണ് ഭഗവാൻ. അത് എല്ലാ ദിക്കിലും പറയുന്നുണ്ട്. ഇവരെ ദുർവാസാവ് ശപിച്ചപ്പോൾ, അംബരീഷിനെ വധിച്ചപ്പോൾ ശപിച്ച് പിന്നാലെ കൃത്യയെ പറഞ്ഞയച്ചപ്പോൾ ഭഗവാന്റെ ചക്രം ദുർവാസിൻ്റെ നേരെ ചെന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഭക്തന്മാരുടെ ഭക്തനാണ്, ഞാൻ അവരുടെ ദാസനാണെന്നാണ് പറയുന്നത്. ഭക്തനാണെന്നും അല്ലയല്ല, ഭക്തന്മാരുടെ ദാസനാണ് ഞാൻ എന്നാണ്. അതുമാരെ പാഞ്ചാലിയെ എല്ലാ ദിക്കിലും ആ ഭക്തന്മാരുടെ ദാസനാണ് എന്നുള്ളത് നല്ലപോലെ കാണിക്കുന്നുണ്ട് ഭഗവാൻ. അപ്പം അങ്ങനെ ഭക്തന്മാരുടെ അടുത്ത് ഭക്തൻ ആണ്, അവരുടെ ഭക്തിയോടു കൂടിയ ദാസനായിട്ടാണ് ഭഗവാൻ എപ്പോഴും ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയാൽ ഭക്തേഷു ഭക്തേന മാനിത, അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ വേണ്ട വിധത്തിൽ അങ്ങോട്ട് മാനിച്ചു, പൂജിച്ചു, ബഹുമാനിച്ചു. ആരെ? കുചേലനെ. അങ്ങനെ നല്ലപോലെ മാനിതനായിട്ട് ബഹുമാനിതനായിട്ട് ഭക്തന്മാരിൽ വെച്ച് ഭക്തന്മാരോട് ഭക്തനായിട്ടുള്ള ആ ഭഗവാനാൽ തന്നെ നല്ലപോലെ മാനിതനായിട്ട് ആ കുചേലൻ ഭക്തേഷു ഭക്തേന സ മാനിത ത്വയാ, അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയാൽ മാനിതനായ ബഹുമാനിതനായിട്ട് സഹ ആ കുചേലൻ പുരീം വസൻ ഏകനിശാം ഒരു രാത്രി, ആ രാത്രി മുഴുവനെ അവിടെ വസിച്ചു. ദ്വാരകയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു ഒരു രാത്രി മുഴുവനെ. ഏകനിശാം പുരീം വസൻ, ഒരു രാത്രി മുഴുവൻ ആ പുരിയിൽ വസിച്ചിട്ട്, പുരീം വസൻ ഏകനിശാം മഹാസുഖം, എത്ര സുഖമായിട്ടാണെന്ന് പറയാൻ പറ്റില്ല. അതായത് വളരെ ദരിദ്രമായിട്ടുള്ളൊരു ഗൃഹത്തിൽ ആണ് അവിടെ കുചേലൻ വസിച്ചിരുന്നത്. ഇവിടെ സ്വർഗം പോലെയുള്ളതായിട്ടുള്ളൊരു കൊട്ടാരത്തിൽ ആണ് ഭഗവാൻ അദ്ദേഹത്തിനെ സ്വീകരിച്ച് താമസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ മഹാസുഖം, വളരെ സുഖത്തോടു കൂടി എന്തും അന്വേഷിക്കാൻ ഭഗവാൻ തന്നെയുണ്ട്. ഭഗവാന്റെ പത്നി ലക്ഷ്മി ഭഗവതി രണ്ടുപേരും കൂടി വേണ്ട വിധത്തിൽ ബഹുമാനിച്ച് അദ്ദേഹത്തിനെ പൂജിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഏകനിശാം വസൻ, അവിടെ ഒരു രാത്രി മുഴുവൻ വസിച്ചു. പുരീം വസൻ ഏകനിശാം മഹാസുഖമായിട്ട് വളരെ സുഖമായിട്ട് ഒരു രാത്രി അവിടെ വസിച്ചിട്ട് അപരേദ്യുഹു അപരേദ്യുർ ദ്രവിണം വിനായയൗ, എന്നിട്ട് പിറ്റേ ദിവസവും ദ്രവിണം വിനായയൗ, എന്തിനു വേണ്ടിയിട്ടാണ് പത്നി പറഞ്ഞയച്ചത്? എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. പക്ഷേ കുചേലൻ ചോദിക്കുണ്ടായില്ല, കൊടുക്കുണ്ടായില്ല ഭഗവാൻ എന്നാണ്. ദ്രവിണം കൂടാതെ തന്നെ, ധനമൊന്നും കൊടുക്കാതെ കണ്ട് തന്നെ തിരിച്ചുപോയി. തിരിച്ചുപോയി. ദ്രവിണം വിനാ യയൗ അപരേദ്യുഹു പിറ്റേ ദിവസം. അപരേദ്യുഹു ദ്രവിണം വിനാ യയൗ, അപരേദ്യുഹു പിറ്റേ ദിവസം ദ്രവിണം കൂടാതെ കണ്ട് തന്നെ, ധനമൊന്നും കൂടാതെ കണ്ട് തന്നെ തിരിച്ചുപോയി. കഷ്ടം തന്നെ എന്ന് പറയാ. അപരേദ്യുർ ദ്രവിണം വിനായയൗ, അപരേദ്യുഹു പിറ്റേ ദിവസം ദ്രവിണമൊന്നും കൂടാതെ കണ്ട് തിരിച്ചുപോയി. വിചിത്രരൂപസ്തവ ഖല്ലു അനുഗ്രഹ, തവ അനുഗ്രഹ വിചിത്രരൂപ ഖലു തവ അനുഗ്രഹ, അങ്ങയുടെ അനുഗ്രഹം വിചിത്രരൂപമാണ് എന്നല്ലാണ്ട് എന്താ പറയാനുള്ളത്? അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെ ഒന്നും മിണ്ടിയില്ല. കുചേലനും പറഞ്ഞില്ല, ഭഗവാനും പറഞ്ഞില്ല. അങ്ങനെ തിരിച്ചുപോയി പിറ്റേ ദിവസം. എന്താണ്, എങ്ങനെയാണ് അനുഗ്രഹിച്ചത് എന്ന് ഇനി പറയാൻ പോണേയുള്ളൂ. അപ്പോൾ അപരേദ്യുഹു ദ്രവിണം വിനായയൗ, പിറ്റേ ദിവസം ദ്രവിണത്തോടു കൂടാതെ കണ്ട് തന്നെ, ധനമൊന്നും കൊടുക്കാതെ കണ്ട് തന്നെ തിരിച്ചുപോയി എന്നാണ്. വിചിത്രരൂപ ഖലു തവ അനുഗ്രഹ ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ളത്
അത് വിചിത്ര രൂപമാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുക ഓരോരുത്തരെയും എന്നുള്ളത് പറയാൻ സാധ്യമല്ല, പറയാൻ പറ്റില്ല. വിചിത്ര രൂപമായിട്ടുള്ളതാണ് അതൊക്കെ എന്ന് പറഞ്ഞു നിർത്തിയ ആ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകം: യദി ഹ്യയാചിഷ്യമദാസ്യദച്യുതോ വദാമി ഭാര്യാം കിമിതി വ്രജന്നസൗ ത്വദുക്തിലീലാസ്മിതമഗ്നധീ പുനഃ ക്രമാദപശ്യൻ മണിദീപ്രമാലയം. യദി ഹ്യയാചിഷ്യം, യദി അയാചിഷ്യം, ഞാൻ ചോദിച്ചിരുന്നു എങ്കിൽ, യാചിച്ചിരുന്നു എങ്കിൽ, ഞാൻ ചോദിച്ചില്ലയോ ഭഗവാനോടൊന്നും? ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ എന്തിനായിട്ടാണ് ഞാൻ വന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്നെ പറഞ്ഞയച്ചത്. കുചേലൻ വന്നത് വാസ്തവത്തിൽ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങയെ കാണാൻ എന്നുള്ളതായിട്ടുള്ള താല്പര്യത്തോടു കൂടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ടായി. അപ്പോൾ കുചേലൻ്റെ ഉദ്ദേശമായിരുന്നില്ല ധനം വേണം എന്നുള്ളത്, ഭാര്യ പറഞ്ഞതുകൊണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ അത് ഇവിടെ വന്നപ്പോൾ മറന്നു കുചേലൻ. ഭാര്യ ഇതിനു വേണ്ടിയിട്ടാണ് തന്നെ പറഞ്ഞയച്ചത് എന്നുള്ള കാര്യം മറന്നു, ഭഗവാനോട് ചോദിക്കാനും മറന്നു. ആ ഭഗവാനെ കണ്ടപ്പോൾ എല്ലാം മറന്നു. ആ പൂർവ്വകാലങ്ങളിലേക്കും ഭഗവാനെ കണ്ടിട്ടുള്ളതായിട്ടുള്ള സന്തോഷം കൊണ്ടും ഒക്കെ താൻ വന്ന കാര്യം അങ്ങോട്ട് മറന്നു കുചേലൻ എന്നുള്ളതാണ്. യദി ഹി അയാചിഷ്യം, ഞാൻ യാചിച്ചിരുന്നു എങ്കിൽ, അദാസ്യത് അച്യുത, അദാസ്യത് തരുമായിരുന്നു. ഞാൻ യാചിച്ചിരുന്നു എങ്കിൽ അച്യുത അദാസ്യത്, അച്യുതൻ തരുമായിരുന്നു. പക്ഷെ ഞാൻ യാചിച്ചില്ല, ചോദിച്ചില്ല, പിന്നെ എങ്ങനെയാണ് ഭഗവാൻ തരിക? യദി ഹി അയാചിഷ്യം അദാസ്യത് അച്യുത, അച്യുത അദാസ്യത്, അച്യുതൻ തരുമായിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു എങ്കിൽ അച്യുതൻ തരുമായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചതുമില്ല, അദ്ദേഹം തന്നതുമില്ല. ഇനി വദാമി ഭാര്യാം കിമിതി, ഇനി അവിടെ ചെന്നാൽ ഭാര്യയോട് എന്താ പറയുക? എന്നെ എന്തെങ്കിലും ചോദിച്ച് മേടിച്ചു കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ എന്നെ പറഞ്ഞയച്ചത്. ഭാര്യാം കിമിതി വദാമി, എന്താണ് ഞാൻ ഇനി അവിടെ ചെന്നാൽ പറയുക? വദാമി ഭാര്യാം കിമിതി ഇതി വ്രജന്നസൗ, പിന്നെയും പോയി. അതായത് ഇനി തിരിച്ചാതി പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വ്രജൻ അസൗ, വ്രജൻ പോയിക്കൊണ്ട് ആദ്യം ഒന്ന് വിചാരിച്ചു, ഇനിയിപ്പോൾ ചെന്നാൽ എന്താ ഭാര്യയോട് പറയുക? ഞാനിങ്ങനെ ഒന്നും ചോദിക്കുകയുണ്ടായില്ല, ഒന്നും തരുണ്ടായില്ല, ഇനി എവിടെ ചെന്നാൽ എന്താ പറയുക എന്നിങ്ങനെ ഒരു നിമിഷ നേരത്തേക്ക് കുചേലൻ ചിന്തിച്ചു. പക്ഷേ പിന്നെ അതിനെ പറ്റിയിട്ടും മറന്നു, ഭാര്യയോട് പറയേണ്ട കാര്യവും മറന്നു. പിന്നെയും ഈ തുതുക്തിരീലാസ്മിതമഗ്നധീഹി, ആ അങ്ങയുടെ വാക്കുകൾ, ഭഗവാന്റെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് ഭഗവാൻ പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് വഴിയിൽ മുഴുവനും ചിന്തയുണ്ടായത്. തുതുക്തി ലീലാസ്മിതമഗ്നധീഹി, അങ്ങയുടെ ഉക്തികൾ, ലീലയോടുകൂടിയതായിട്ടുള്ള ആ പുഞ്ചിരി, അതിലൊക്കെ മനസ്സ് മുങ്ങിക്കൊണ്ട് ക്രമാദപശ്യൻ മണിദീപ്രമാലയം, ക്രമത്തിൽ അങ്ങനെ നടന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞ ഒടുക്കം ആ മണിദീപ്രമായിട്ടുള്ള ആലയം കണ്ടു. ആലയം ഗൃഹം, എങ്ങനെയുള്ള ഗൃഹം? മണിദീപ്രം, ധാരാളം മണിദീപങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ആ ഗൃഹം. തൻ്റെ വാസസ്ഥാനത്തെത്തിയപ്പോൾ അവിടെ വലിയൊരു മാളികയാണ് കാണുന്നത്. മണിദീപ്രം ആലയം, മണിദീപ്രമായിട്ടുള്ള ആ ഒരു ആലയത്തിനെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഭഗവാന്റെ അനുഗ്രഹം എന്താണെന്നുള്ളത് ഇപ്പോഴേ ഉദ്ദേശിക്കുന്നുള്ളൂ, പറയണില്ല. കുചേലന് മനസ്സിലാവണത് പിന്നെയാണ്. പത്നി വരുമ്പോഴേ കുചേലന് കാര്യം മനസ്സിലാവുന്നുള്ളൂ, ഇത് ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതുവരെ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചേ ഇല്ല, ഭഗവാനോടൊന്നും ചോദിച്ചില്ല, അദ്ദേഹം തന്നില്ല എന്നേ വിചാരിച്ചുള്ളൂ. അതും അരനിമിഷ നേരത്തേക്കൊന്ന് വിചാരിച്ചു എന്നല്ലാതെ കണ്ട് കുചേലൻ മടങ്ങി വരുമ്പോഴും വിചാരം മുഴുവനെ ഭഗവാനെക്കുറിച്ചായിരുന്നു. ഭഗവാന്റെ ഉക്തികളും ആ പുഞ്ചിരിയും തന്നെ സ്വീകരിച്ചതായിട്ടുള്ള ആ ഇതും എല്ലാം കൂടിയിട്ട് അതന്നെ വിചാരിച്ചും കൊണ്ടാണ് കുചേലൻ മടങ്ങി വന്നത്. അങ്ങനെ മടങ്ങി വന്ന് മണിദീപ്രം ആലയം ക്രമാദപശ്യൻ, മണിദീപ്രം ആലയം ക്രമാത് കണ്ട്, ക്രമത്തിൽ മണിദീപ്രം ആലയം, മണിദീപ്രമായിട്ടുള്ള മണികൾ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള ദീപ്രം, ശോഭിക്കുന്നതായ പ്രകാശിതമായിട്ടുള്ള ആ ആലയത്തിനെ, ഗൃഹത്തിനെ അപശ്യത് കണ്ടു. അപശ്യൻ മണിദീപ്രം എന്ന് പറയുമ്പോൾ പദം മുറിക്കുമ്പോൾ അപശ്യത് മണിദീപ്രം എന്നാവും. ക്രമാദപശ്യത് മണിദീപ്രം ആലയം, മണിദീപ്രമായിട്ടുള്ള ആ ആലയം കണ്ടു എന്ന്. യദി അയാചിഷ്യം അദാസ്യത് അച്യുത, യദി അയാചിഷ്യം, ഞാൻ ചോദിച്ചിരുന്നു എങ്കിൽ അച്യുതൻ തരുമായിരുന്നു. അതിന് വ്യത്യാസമൊന്നുമില്ല, അച്യുതനാണ്.
ച്യുതി ഇല്ല, മാറ്റം വരില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അച്യുതൻ തരാതിരിക്കില്ല, സംശയമില്ല. അച്യുതനല്ലേ അദ്ദേഹം. വദാമി ഭാര്യാം കിമിതി, ഇനി ഭാര്യയോട് എന്താണ് പറയുക എന്ന് വ്രജൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്ന് പോയി കുറച്ചു നേരം ആ ചിന്തയുണ്ടായി. പക്ഷേ ത്വദുക്തി ലീലാസ്മിതമഗ്നധീ പുനഃ പുനഃ വീണ്ടും, അതായത് ആ ചിന്ത ആദ്യമൊന്നും ഉണ്ടായിച്ചാലും അതങ്ങോട്ട് മനസ്സിൽ നിന്ന് പോയി. പുനഃ വീണ്ടും തുതുക്തി ലീലാസ്മിതമഗ്നധീ, അങ്ങയുടെ ലീലകളെ അതുകൊണ്ടുള്ളതായിട്ട് ലീലകളോടുകൂടിയ ഉക്തികൾ, സ്മിതം ഇതൊക്കെ അതിൽ മുങ്ങിയിട്ട് മഗ്നധീഹി, മനസ്സുറപ്പിച്ചുകൊണ്ട് വേറൊന്നിലേക്കും മനസ്സ് തിരിഞ്ഞില്ല. അങ്ങനെ ക്രമാദപശ്യൻ, ക്രമത്തിൽ മണിദീപ്രം ആലയം അപശ്യത്, മണിദീപ്രമായിട്ടുള്ള ആ ഗൃഹം കണ്ടു എന്നാണ്. ഭക്തേഷു ഭക്തേന സമാനിതസ്ത്വയാ പുരീം വസന്നേകനിശം മഹാസുഖം ബതാപരിദ്യുർദ്രവിണം വിനായയോ വിചിത്രരൂപസ്തവ ഖല്വനുഗ്രഹ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭക്തർക്കു ഭക്തൻ അതിഥി ഭവിച്ചഹോ, സുഖിച്ചുവാണങ്ങൊരു രാത്രി ഭൂസുരൻ. ധനം ലഭിക്കാതെ മടങ്ങി തൻ ഗൃഹം, വിചിത്രമാവുന്നിതു നിന്നനുഗ്രഹം. യദി ഹ്യയാചിഷ്യമദാസ്യദച്യുതോ വദാമി ഭാര്യാം കിമിതി വ്രജന്നസൗ ത്വദുക്തിലീലാസ്മിതമഗ്നധീ പുനഃ ക്രമാദപശ്യൻ മണിദീപ്രമാലയം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പറഞ്ഞുവെങ്കിൽ തരുമച്യുതൻ ദൃഢം, പറഞ്ഞിടുന്നെന്തിനി ഭാര്യയോടു ഞാൻ. നടന്നു നിൻ പുഞ്ചിരി വാക്കുമോർത്തുകൊണ്ടണഞ്ഞു പെട്ടെന്നൊരു തങ്കമാളിക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.